പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ മേഘങ്ങൾ കനക്കുകയാണ്. ഇസ്രയേലി പ്രതിരോധ സേന ഇറാൻ്റെ പ്രസിഡൻഷ്യൽ ഓഫീസിലും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിലും ബോംബാക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നു. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണ്, പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞു എന്ന് താൻ മറുപടി നൽകിയെന്ന് വ്യക്തമാക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ സാഹചര്യം പ്രയോജനപ്പെടുത്താനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ട്രംപ് ഇറാഖിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതേസമയം സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കണമെന്ന് ചൈന ആവശ്യപ്പെടുന്നു. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇറാനിലെ നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ്റെ പ്രതിരോധ റഡാർ സംവിധാനം തകർത്തുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇനിയും ശക്തമായ നടപടികൾ വരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇത് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന ചോദ്യം ഉയരുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷ എത്രത്തോളം ബാധിക്കപ്പെടും? ഇത്രയും ഉത്കണ്ഠകൾക്കിടയിൽ സമാധാനത്തിനായുള്ള വാതിൽ തുറക്കാൻ ലോക നേതൃത്വത്തിന് സാധിക്കുമോ? ഇറാൻ യുദ്ധം വിശകലനം ചെയ്യുന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഇതാണ്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. താൻ ഇനി ചർച്ചകൾക്ക് തയ്യാറല്ല. ഇപ്പോൾ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ വാണ്ട്സ് ടു ടോക്ക് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നത്. ദെയർ ലീഡർഷിപ്പ് ഗോൺ എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഇത് ടു ലേറ്റ്, ഇത്രയും വൈകിക്കഴിഞ്ഞു എന്ന ഒരു മറുപടിയാണ് ട്രംപ് നൽകുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഇറ്റലിയും ഇറാൻ പ്രത്യേക ദൂതനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. ഇറാൻ അവിടെ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സൈപ്രസിൽ നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചൊക്കെ ഇറ്റലി വിവരങ്ങൾ ആരായുകയാണ്. UK സൈനിക ആസ്ഥാനം സൈപ്രസിൽ എന്തിന് ആക്രമിച്ചു എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ കേന്ദ്രമാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ആ പ്രദേശം ആക്രമിക്കപ്പെട്ടു എന്ന ചോദ്യം പ്രധാനമായി ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഈ ഘട്ടത്തിൽ നിരവധി നിയന്ത്രണങ്ങളുമായി രംഗത്ത് വരുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ മിലിറ്ററിയുടെ ഒരു നിലപാട്, സെൻട്രൽ ഇസ്രായേൽ ലക്ഷ്യമാക്കിയുള്ള ഇറാനിയൻ മിസൈൽ ആക്രമണം വന്നു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇസ്രായേൽ മിലിറ്ററി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ സെൻട്രൽ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ പതിച്ചതിൻ്റെ വിവരങ്ങൾ ആണ് ഇസ്രായേൽ നൽകുന്നത്. ആ മേഖലയിൽ ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നു. ദ സർക്കംസ്റ്റാൻസ് ഓഫ് ദി ഇമ്പാക്റ്റ് ആർ അണ്ടർ റിവ്യൂ എന്നാണ് അവിടെ നിന്ന് പ്രതികരിക്കുന്നത്. അപ്പോൾ മധ്യ ഇസ്രായേലിൽ ഒരു മിസൈൽ വന്ന് പതിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ അത്രയും വലിയ പ്രതിരോധമുള്ള US എംബസി അവിടുത്തെ ആക്രമണ സാധ്യതയെ മുൻകൂട്ടി കാണുകയാണ്. അതൊരു ഭീഷണി നിലനിൽക്കുന്നതായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദർ ഇസ് എ ത്രെറ്റ് ഓഫ് ഇമിനന്റ് മിസൈൽസ് ആൻഡ് UAV അറ്റാക്സ് ഓവർ ദഹ്റാൻ എന്ന് അവർ വ്യക്തമാക്കുന്നു. അത് US കോൺസുലേറ്റിലേക്ക് വന്നിട്ടില്ല എന്ന് US എംബസി, റിയാദിലെ US എംബസി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ഒമാനിലേക്ക് തങ്ങൾ ആക്രമണം നടത്തിയെന്ന വാദം ഇപ്പോൾ ഇറാൻ നിരാകരിക്കുകയാണ്. അങ്ങനെ ഒമാനിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം VV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, വൈകുന്നേരമാകുമ്പോഴേക്കും ആക്രമണങ്ങളുടെ ഒരു ആകത്തുകയായി ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനമായത് ഈ ട്രംപിൻ്റെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം വരുന്നു. ടു ലേറ്റ് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇനി ചർച്ചകൾക്ക് ഉള്ള മുഴുവൻ വഴികളും അടഞ്ഞിരിക്കുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിനോദ്, മറ്റ് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് എന്നാണ് വിനോദിൻ്റെ നിരീക്ഷണം?
മനു, 4-ാം ദിവസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഇത് അവസാനിക്കുന്നതിനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. മാത്രമല്ല, യുദ്ധം കടുപ്പിക്കാനാണ് ഇസ്രയേലും അമേരിക്കയും തീരുമാനിച്ചിട്ടുള്ളത്. ട്രംപ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. അതിലൂടെ അദ്ദേഹം പറയുന്നത് സമയം ഒരുപാട് വൈകി, ഇനി ചർച്ചകൾക്ക് സാധ്യതയില്ല. മാത്രമല്ല, വ്യോമ നാവിക സംവിധാനങ്ങളെ, ഇറാൻ്റെ ഈ സംവിധാനങ്ങളെയെല്ലാം തരിപ്പണമാക്കി കുറച്ചുകൂടി യുദ്ധം മുന്നോട്ട് പോകേണ്ടി വരും എന്ന നിലയ്ക്ക് തന്നെയാണ്. അതായത് ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുക എന്ന നിലയിൽ തന്നെയാണ്. ഇത് ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ നെതന്യാഹു നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. നെതന്യാഹു പറഞ്ഞത് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ പോകുന്ന യുദ്ധമൊന്നുമല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കും. അതായത് വിനോദിന്റെ ഒരു വലിയ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ട്രംപ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് 4 ആഴ്ചയാണ് അവർ ഇതിനു വേണ്ടി കണക്കുകൂട്ടിയ സമയം. ഒരുപക്ഷെ വി വിൽ ഫിനിഷ് ഫാർ അഹെഡ് ഓഫ് ഷെഡ്യൂൾ. അതായത് ഈ തീരുമാനിച്ചതിനേക്കാൾ വളരെ മുൻപ് ഇത് പര്യവസാനിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന ഒരു നിലപാട് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിനോദ്, അത്ര വേഗത്തിൽ ഇത് പര്യവസാനിക്കും എന്ന് കരുതാനാകുമോ? ഒരുപക്ഷെ ട്രംപിൻ്റെ ഒരു ആത്മവിശ്വാസം അവരുടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയെ തകർത്തിരിക്കുന്നു. അതിനുശേഷം ചുമതല ഏറ്റെടുത്ത ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ ചിലയിടത്തൊക്കെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്ക് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുകയും വേണ്ട. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്നിനു പുറകെ ഒന്നായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. പ്രധാനപ്പെട്ട പല ആളുകളും അവർക്ക് കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിക്കുന്നു എന്ന ഒരു തോന്നലുണ്ട്, അല്ലേ? മനു, മാജിദ് അൽ റാസ, അദ്ദേഹമാണ് ഇറാൻ്റെ പുതിയ പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റത്. റാസയെ കൊലപ്പെടുത്തി എന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വരുന്നു. മാത്രമല്ല, ഇപ്പോൾ ലെബനൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. അവിടെ ഹിസ്ബുള്ളയെയും അവസാനിപ്പിക്കും എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. ഹിസ്ബുള്ളയുടെ പാർലമെൻ്ററി വിഭാഗം തലവൻ മുഹമ്മദ് റാദ് നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ നയീം ഖാസിം, അത് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ നേതാവാണ്, പരമോന്നത നേതാവാണ്, ഹിസ്ബുള്ളയുടെ തലവനെയും കൊലപ്പെടുത്തും എന്ന കാര്യം നെതന്യാഹു അതൊരു പ്രഖ്യാപനമായി നടത്തിയിരിക്കുന്നു. പക്ഷേ മനു, ഈ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എണ്ണ വ്യാപാരം, അതിൻ്റെ ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ മരണം അതൊരു വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ സംസ്കാരം ഇന്ന് നടന്നു. ഏതാണ്ട് 169 കുഞ്ഞുങ്ങളാണ് സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതാണ് വിനോദ് സൂചിപ്പിച്ചത്. വളരെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് വിനോദ്. എനിക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 787 ആളുകൾ മരിച്ചതായ ഔദ്യോഗിക സ്ഥിരീകരണം വരികയാണ് കേട്ടോ. ഇതിൽ 168 പേരിൽ അധികം കുട്ടികളാണ്, 14 അധ്യാപകരാണ്. അപ്പോൾ ഈ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരാണല്ലോ ഈ അധ്യാപകരും കുട്ടികളൊക്കെ. അപ്പോൾ ഇത്രയും ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നു. അത് നോക്കൂ, ഒരു ഗേൾസ് എലിമെൻ്ററി സ്കൂളിലേക്കാണ്. ഇത് സംബന്ധിച്ചുള്ള അമേരിക്ക ഇത് പരിശോധിക്കാം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് ആക്രമണം നടന്നുവെന്ന്, അതിന് പുറകിൽ വല്ല മിലിറ്ററി കേന്ദ്രങ്ങളുണ്ടോ, അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ വിക്ഷേപണം നടന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാം. അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായി ആ പ്രദേശത്തേക്ക് ഒരു പ്രത്യാക്രമണം ഉണ്ടായത് എന്ന കണക്കുകൂട്ടലുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ ചോദ്യം ഉയരുകയാണ്. എലിമെൻ്ററി സ്കൂൾ പോലുള്ള ഒരു കേന്ദ്രം, കുഞ്ഞ് മക്കൾ, പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു കേന്ദ്രത്തെ മറയാക്കി ഒരു ആക്രമണം നടത്തുക എന്നത്, അത് ആക്രമിക്കുന്നവരെക്കാൾ അതിനെ മറയാക്കി ആക്രമണം നടത്തുന്നവരും അതിക്രൂരമായൊരു വിനോദത്തിലാണ് അവിടെ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് മറയാക്കിയാൽ ഇത് കുട്ടികൾ കൊല്ലപ്പെടും. അങ്ങനെ വന്നാൽ അത് ഒരു വിക്ടിം കാർഡ് ലോക ജനതയ്ക്ക് മുന്നിൽ കാണിക്കാം എന്ന് കരുതിയാണോ ഈ ആക്രമണം നടത്തിയെന്ന സംശയം വളരെ വ്യാപകമാവുകയാണ്. ഏതായാലും ട്രംപ് ഒരു കാര്യം എടുത്തെടുത്ത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ദെയർ ലീഡർഷിപ്പ് ഈസ് ഗോൺ എന്നാണ് ട്രംപ് പറയുന്നത്. ദെയർ എയർ ഡിഫൻസ്, എയർഫോഴ്സ്, നേവി ആൻഡ് ലീഡർഷിപ്പ് ഈസ് ഗോൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ എയർ ഡിഫൻസ് തകർന്നിരിക്കുന്നു, എയർഫോഴ്സ് തകർന്നിരിക്കുന്നു, നേവി തകർന്നിരിക്കുന്നു, ലീഡർഷിപ്പ്, അവരുടെ നേതൃത്വം തകർന്നിരിക്കുന്നു. ദേ വോണ്ട് ടു ടോക്ക് എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ അവരെ സമീപിക്കുന്നു, ചർച്ചകൾക്കായി ഇറാൻ സമീപിക്കുന്നു. ബട്ട് ഐ സെഡ് ഇറ്റ് ഈസ് ടു ലേറ്റ്. അവരോട് കൊടുത്ത മറുപടി വല്ലാതെ വൈകിപ്പോയി, ഇനി അതിന് സാധ്യതയില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മിലിറ്ററി ഓപ്പറേഷൻസിൽ 3 റൗണ്ട് ചർച്ചകൾ നടന്നു. അങ്ങനെ ഒടുവിൽ ജനീവയിൽ ചർച്ചകൾ നടന്നു. ഇതെല്ലാം അലസി പിരിഞ്ഞതിന് ശേഷമാണ് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ വിനോദ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലോക സാമ്പത്തിക ക്രമത്തിന് തന്നെ വലിയ ആഘാതമേൽപ്പിക്കാവുന്ന തരത്തിലേക്ക് യുദ്ധം നീങ്ങുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചു.
അനുബന്ധമായി യാത്രാ സംവിധാനങ്ങൾ പലയിടത്തും താറുമാറാകുകയാണ്. ലോക ബിസിനസ് അല്ലെങ്കിൽ വിപണി തന്നെ താറുമാറാകുകയാണ്. പലയിടത്തും ഈ വിപണിയിൽ ഇതിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങുന്നു. അങ്ങനെ എല്ലായിടത്തും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിക്കുന്ന ഒരു ആക്രമണമായി ഇത് മാറുകയാണ് വിനോദ്. മനു, തീർച്ചയായിട്ടും. കാരണം ഈ ലോകത്തിൻ്റെ മൊത്തം എണ്ണ ആവശ്യത്തിൽ അതിൻ്റെ 1/5 വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. നമുക്ക് അറിയാം, ജോർദാൻ ആകട്ടെ, കുവൈറ്റ്, ഖത്തർ, UAE, സൗദി, അതോടൊപ്പം തന്നെ ഒമാൻ. ഇതിൽ തന്നെ സൗദിയും ഒമാനും UAE ഒക്കെ വലിയ തോതിൽ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളാണ്. ഇതിൻ്റെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു വശത്ത് ഇറാൻ നിലകൊള്ളുന്നു. ഇറാനും ആ തരത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനിൽ തന്നെ ഇറാനിലെ ചഹവാൻ തുറമുഖത്തിൽ ഇന്ത്യയുടെ നിക്ഷേപമുണ്ട്. കാരണം അങ്ങനെ ഒരു വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. ആ തരത്തിൽ വരുമ്പോൾ ഈ കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്നു. അവിടെയാണ് ഈ പ്രതിസന്ധി വരുന്നത്. വിനോദ് തുടരണം. നമുക്കിപ്പോൾ സജിമോൻ ആന്റണി നമ്മളോടൊപ്പം US നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് സജിമോൻ ആന്റണി. ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അവിടെ ഇപ്പം അവിടെ രാവിലെയാണല്ലോ. സജിമോൻ ആന്റണി. മനു, ഗുഡ് ഈവനിങ്. യുദ്ധം ഇന്ന് 4ാം ദിവസം കടക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേൽ വേഴ്സസ് ഇറാനിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 800ഓളം കാഷ്വാലിറ്റീസ് ആണ്, സിഗ്നിഫിക്കന്റ് കാഷ്വാലിറ്റീസ് വന്നിട്ടുണ്ട് ഇറാനിൽ. ഇതിൽ എനിക്ക് മുന്നിലുള്ള ഒരു വലിയ ചോദ്യം, ട്രംപിന്റെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് പറയുന്നു, അവരെന്നെ ചർച്ചകൾക്ക് വിളിക്കുന്നു, പക്ഷേ ഐ സെഡ് ഇറ്റ് ഈസ് ടു ലേറ്റ്, ഇത് കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി ചർച്ചകൾക്കൊന്നും ഒരു സ്കോപ്പുമില്ല എന്ന തരത്തിലുള്ളൊരു സന്ദേശമാണോ അത് നൽകുന്നത്? ഇനി ഫൈറ്റ് ടു ദ ഫിനിഷ് എന്ന തലത്തിൽ യുദ്ധം അവസാനിക്കുന്നത് വരെയുള്ള പോരാട്ടം എന്ന തരത്തിലാണോ? അതേസമയം ചൈന ഇപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രി അടിയന്തരമായി ചർച്ചകൾ ആരംഭിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള ഒരു മൂഡ്? ഇത് ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കംപ്ലീറ്റായി അടഞ്ഞു വന്നത് തന്നെയാണോ ശ്രീ സജിമോൻ ആന്റണി? മനു, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഡിഫറൻസ് ആംഗിളും വരുന്നുണ്ട് ഇതിനകത്ത്. ഒരു തരത്തിൽ പറയുവാണെങ്കിൽ മുമ്പേ പറഞ്ഞു പോണെങ്കിൽ തന്നെ ചർച്ചകൾക്ക് ഒരു അവസരം കഴിഞ്ഞു പോയി എന്നുള്ളത് വരുന്നുണ്ട്. അതൊരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും എന്തുകൊണ്ട് ഇറാനിൽ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആൻസർ ആയിരുന്നാലും 3 സ്ട്രാറ്റജിക് റീസൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാന്റെ ലീഡർഷിപ്പിനെ ഉന്മൂലനം ചെയ്യണം. 2, അവിടുത്തെ മിസൈലും ബാലിസ്റ്റിക് മിസൈലുകളും ന്യൂക്ലിയർ വെപ്പണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കണം. 3ാമത്തേത് റെജീം ചേഞ്ച് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് ഇപ്പം അമേരിക്കയ്ക്ക് അല്ലെ ഇസ്രായേലിൽ നേടാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് എന്ന് അമേരിക്ക ഇപ്പൊ കരുതുന്നില്ല. കാരണം ലീഡർഷിപ്പിലുള്ള 50-ലധികം ലീഡേഴ്സ്, ഇൻക്ലൂഡിംഗ് മിലിറ്ററി ലീഡേഴ്സ്, അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സക്സസർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു. എങ്കിലും ആ ഒരു ലെവലിൽ കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു നിമിഷങ്ങളിൽ ഇവിടെ നിന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2-3 ട്വീറ്റ്സ് ആണ്. ഒന്ന് പറയുന്നത് ദ ബിഗ് വൺ ഈസ് കമ്മിങ്, എ വേവ് ഓഫ് ബിഗ് വൺ ഈസ് കമ്മിങ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഇവിടെയുള്ള മിലിറ്ററി അനലിസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് അതിനെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ, ഡ്രോൺ സ്റ്റോക്ക് പൈൽസ് ഉണ്ട്, അവിടെയൊക്കെയുള്ള ഒരു ഹെവി ബോംബാർഡ്മെന്റ്സ് വേവ് അപ്പോൺ വേവ് ഉള്ള ക്യാമ്പയിനായിട്ട് വരും ഏത് നിമിഷവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓൾറെഡി ഇറാന്റെ നഥാൻസ് യുറേനിയം എൻറിച്ച്മെന്റിന്റെ ആ ഏരിയയിൽ ഓൾറെഡി അറ്റാക്ക് നടന്നതായിട്ട് ഇന്റർനാഷണൽ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം അതിനിടയ്ക്ക് ചർച്ചയ്ക്ക് പോകുന്നതിനകത്ത് ഒരു സ്ട്രാറ്റജിക്കലി ഒരു അഡ്വാൻറ്റേജ് അമേരിക്കയും ഇറാനും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നേക്ക് പോകുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അമേരിക്കയിൽ ഇവിടുന്ന് പറയുന്നു ഏകദേശം 14 രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സിറ്റിസൺ ഉടനടി മാറാൻ സാധിച്ചില്ലെങ്കിൽ ഷെൽട്ടർ ഓൺ പ്ലേസ് എന്നുള്ളൊരു ഡയറക്ഷൻസ് ആണ് ഇവിടുന്ന് US ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം US എംബി സൗദിയിലും കുവൈറ്റിലുമുള്ള സൗദിയിലും ഇറാഖിലുമുള്ള US എംബസി കംപ്ലീറ്റ് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ അവിടെ ഒരു മിസൈൽ സ്ട്രൈക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതോടൊപ്പം ഇതോടെ ചേർത്ത് പറയണം, US ആർമിയിലുള്ള 4 അല്ല 5 ആയിരുന്നതിൽ ഇന്ന് 6 പേര് ആണ് ടോട്ടൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 18 പേര് വൂണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഇവിടുന്ന് തോന്നുന്നില്ല. അതോടൊപ്പം അമേരിക്കൻ ജനത ഇതിനകത്ത് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60%, 59.5% ആൾക്കാർ അമേരിക്കൻസ് ഈ ഒരു യുദ്ധത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് പ്രീവിയസ് എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ട് ഇതിനു മുമ്പ് സിറിയയിൽ പോയിരുന്നു, ഇതിനു മുമ്പ് ലിബിയയിൽ പോയിരുന്നു, ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ ഇറാഖിലൊക്കെ പോയത് ഒരു ബാക്ക് ഫയർ ആയിട്ട്
ആയിട്ടാണ് അമേരിക്കൻ ജനത ബൈ ആൻഡ് ലാർജ് മജോറിറ്റി ആയിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൂട്ട് ഓൺ ഗ്രൗണ്ടിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇവിടെയുള്ള വലിയൊരു ക്വസ്റ്റ്യൻ. ബൂട്ട് ഓൺ ഗ്രൗണ്ടിൽ പോവേണ്ട ഒരു ആവശ്യം വന്നാൽ പോകും എന്ന് ട്രംപും മിനിസ്റ്റർ ഓഫ് വാർ പീറ്റ് ഹെക്സത്തും പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ചില പ്രമേയങ്ങളും കാര്യങ്ങളും US കോൺഗ്രസിലേക്ക് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഏതായാലും US കോൺഗ്രസിന്റെ അതായത് കോൺഗ്രസിന്റെ സെനറ്റിന്റെ സംയുക്ത യോഗത്തെ ട്രംപ് ആദ്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ സ്ഥിതിഗതികൾ വഷളാകുന്നുണ്ട്. അത് പറയുമ്പം വിത്ത് എ കോഷൻ, അതായത് 12 രാജ്യങ്ങളെ ഇറാൻ കൗണ്ടറായിട്ട് തിരിച്ച് ആക്രമിക്കുമ്പം പല ന്യൂസ് ഏജൻസികളും നാട്ടിൽ പരിഭ്രാന്തി വരുത്തുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഡയറക്റ്റ് അറ്റാക്കുകൾ വന്ന് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസിൽ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കല്ല വരുന്നത്. അവർക്ക് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. മിസൈലുകളുടെയും മറ്റും അവശിഷ്ടങ്ങളാണ് അവിടെ ഡ്രോപ്പ് ആകുന്നത്. മിക്കവാറും ഉള്ള ഹോട്ടലുകളിൽ അല്ലെങ്കിൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആളപായമില്ല, എന്ന ആൾക്ക് കഷ്ടപ്പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തത് പറയാനുള്ളത് ഇവിടെയുള്ള ഒരു വലിയ ചോദ്യം, ഈ ആക്രമണത്തിന്റെ ഒരുപക്ഷെ ആളും അർത്ഥവും ആയുധവും ഒക്കെ അമേരിക്കയിൽ നിന്ന് പോകുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിൽ ഒരുപക്ഷെ അമേരിക്ക ഏറ്റവും പുറകിലാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് GCC രാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവിടെ പലയിടങ്ങളിലും ആളുകൾക്ക് പ്രശ്നമുണ്ടായിരിക്കുന്നു. അവരുടെ ഗതാഗത സംവിധാനങ്ങൾ പലതും ബാധിക്കപ്പെട്ടിരിക്കുന്നു. വിമാനങ്ങൾ സർവീസുകൾ നടത്തുന്നില്ല. ഇസ്രയേലിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രയേലിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടുത്തെ എമർജൻസി സർവീസ് വ്യക്തമാക്കുന്നത് അവിടെ 3 സീൻസ് ഇൻ സെൻട്രൽ ഇസ്രയേൽ അവിടെ അറ്റാക്ക് നടന്നിരിക്കുന്നു. അവിടെ ഈ MDA പാരാമെഡിക്സ് EMT ഒക്കെ പ്രൊവൈഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ടു 7 ഇഞ്ചേർഡ് പീപ്പിൾ. അപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നതിൻ്റെ സ്ഥിരീകരണം വന്നു. ആ സെൻട്രൽ ഇസ്രയേലിലാണ് ഒരു മിസൈൽ വന്ന് പതിച്ചിരിക്കുന്നത്. 7 പേർക്ക് അത് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിലൊരു സ്ത്രീയുണ്ട്, 40-കാരി എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ ഇസ്രയേലിലേക്കും ആക്രമണം നടക്കുന്നുണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. ക്രൂഡ് ഓയിൽ പ്രൈസ് അതിഭീമമായി വർദ്ധിക്കുന്നതിൻ്റെ കണക്കുകൾ വരുന്നു. US ഫീച്ചേഴ്സ് US-ന് ഇവിടെ അമേരിക്കയ്ക്ക് ആകെ ബാധിക്കപ്പെടുന്നത് അവരുടെ സാമ്പത്തിക ചിലവ് ഒരു വശത്ത് അവർക്ക് ഈ യുദ്ധത്തിന് ചിലവാകുന്നുണ്ട്. അവരുടെ സ്റ്റോക്ക് ഒരുപക്ഷെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റും ഇത് അവിടെ വീഴുന്നു. അപ്പോൾ ഡോ ജോൺസിൻ്റെ ഇൻഡസ്ട്രിയൽ ആവറേജ് ഫോളിംഗ് എന്ന് പറയുന്നത് 1.7% ആണ്. ഒപ്പം അവിടെ S&P 500-ഉം ഡോ ജോൺസും എല്ലാം ആവറേജ് ഫോളിംഗ് താഴേക്കാണ് വീഴുന്നത്. US ക്രൂഡ് 8.6% ഉയരത്തിലേക്ക് കുതിക്കുന്നു. വിച്ച് മീൻസ് $76.36 ബാരൽ എന്ന നിലയ്ക്ക്, അതായത് ഒരു ബാരലിന് 77.36 എന്ന ഡോളറിൽ എന്ന ബെഞ്ച് മാർക്കിലേക്ക് നേടുന്നു. ഗ്യാസ് പ്രൈസ് നേരത്തെ തന്നെ കൂടിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളാണ് അമേരിക്ക നേരിടുന്നത്. പക്ഷേ ഈ ആളപായം എന്നത് ഏറ്റവും ക്രൂഷ്യലായി ബാധിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെയാണ്, ഇസ്രയേലിനെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് പരിഹരിക്കണം എന്നൊരാവശ്യം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാകില്ലായിരിക്കും. പക്ഷേ ഇത് പുറത്തുള്ള ആളുകളാണ് ഇതിൻ്റെ പ്രധാനമായ പ്രതിസന്ധി നേരിടുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നില്ലേ ഡോക്ടർ സജിമോൻ ആന്റണി? മനു, തീർച്ചയായിട്ടും ഒരു യുദ്ധവും ലോകത്ത് ഇതുവരെ സമാധാനം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്നു എന്നുള്ളത് അതത് കാലങ്ങളിലെ അഡ്മിനിസ്ട്രേഷന്, ലീഡേഴ്സ്, വേൾഡ് ലീഡേഴ്സിന്റെ ഓരോ തീരുമാനങ്ങളാണത്. ഒന്ന്. രണ്ടാമത്തേത്, ഓരോ യുദ്ധവും കൊണ്ടുവരുന്നത് സമാധാനം അല്ലെങ്കിൽ പിന്നെ എന്താണ് കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാണിജ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് ഡിസാസ്റ്റർ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഗൾഫ് കൺട്രീസിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പരിധി വരെ അമേരിക്കക്കാർക്ക് പെട്രോളിനും ഗ്യാസിനും ഒക്കെ വില കൂടി അങ്ങനെയുള്ളൊരു ഇമ്പാക്ട് ഇവിടെ വന്നേക്കാം. മിലിറ്ററിക്കലി ഡെത്തിന്റെ കാര്യങ്ങളിൽ അമേരിക്ക ഭയങ്കര സെൻസിറ്റീവ് ആണ്. കാരണം എവിടെയെങ്കിലും യുദ്ധത്തിന് വെളിയിൽ പോയിട്ട് 1, 2, 3 ആൾക്കാർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമേരിക്ക അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഓൾറെഡി ഇവിടെ ബംഗാസിയുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ബംഗാസിയിൽ അന്ന് സമയത്ത് ഒരു അറ്റാക്ക് സമയത്ത് ക്ലിയറിലുള്ള വലിയൊരു ആക്ഷേപം വന്നിരുന്നത് 2016 ഇലക്ഷന് ട്രംപ് ജയിക്കാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് അന്ന് 4 അമേരിക്കൻ സൈനികർ അല്ലെങ്കിൽ മിലിറ്ററി ആൾക്കാർ, കോൺട്രാക്ടേഴ്സ് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനത ഉറ്റുനോക്കുന്നത്, ഇവിടുത്തെ ഭരണകൂടത്തിന്റെ എതിരഭിപ്രായമുള്ള ആൾക്കാരെ ഉറ്റുനോക്കുന്നത് ഡെത്തുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ, ഇക്കണോമിയെ നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും മനു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഗൾഫ് കൺട്രീസിലാണ് ഇതിന്റെ ഒരു ഡയറക്റ്റ് റിസീവേഴ്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ സംശയമില്ല. ആളപായങ്ങൾക്ക് മാത്രമല്ല ഇക്കണോമിക്കൽ കാര്യങ്ങൾക്കും ഓവറോൾ സമാധാനത്തിന് പോലും അവിടെ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഈക്വലി ചേർത്ത് പറയാനുള്ളത്, നമ്മൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ മലയാളികളാണ്, നമ്മുടെ ഇന്ത്യക്കാരാണ്. കാരണം ഗൾഫ് മേഖലയിലുള്ള
പോപ്പുലേഷന്റെ ഒരു മജോറിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു സംഖ്യയിൽ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും ഒത്തിരിയധികം ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെയാണെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം എനിക്ക് ഉള്ള നീസ് കസിൻസ് അല്ല ഫ്രണ്ട്സിനുമായിട്ട് അബുദാബി, ദുബായ്, ഖത്തർ എന്നുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് അവിടുത്തെ സ്ഥിതിഗതി എന്നൊരു ഡയറക്റ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞത് ഒരു കാര്യമാണ്, ഡയറക്റ്റ് ഇമ്പാക്ട് ആളപായമായിട്ട് വരുന്നില്ല, എന്നാൽ രാത്രിയിൽ മുഴുവൻ ഈ സൈറൻ മുഴങ്ങുന്നത് കേൾക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഭീതിയിലാണ്. ഡേ ടു ഡേ വർക്കിനെ അത് ഒരു പരിധിവരെ ഇമ്പാക്ട് ചെയ്യുന്നില്ല, എന്നാൽ യാത്രകൾ തടസ്സപ്പെടുന്നു, പ്ലാനുകൾ തടസ്സപ്പെടുന്നു, സ്കൂള് കോളേജ് തടസ്സപ്പെടുന്നു, എഡ്യൂക്കേഷന്റെ എക്സാമുകൾ മറ്റു കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. അപ്പൊ മൊത്തത്തിലാകെ ആ ഒരു റീജിയനിൽ ഭീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് അപ്ഡേറ്റ്സും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇസ്രായേൽ ഷട്ട്സ് വെസ്റ്റ് ബാങ്ക് ക്രോസിംഗ് ആസ് സെറ്റിലേഴ്സ് അറ്റാക്ക് ഇന്റൻസിഫൈ എന്ന തരത്തിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണം നടത്തുന്നു. സജിമോൻ ആന്റണി, നമുക്ക് ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒന്നും കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചോദിക്കാം. വിനോദ്, ഇസ്രായേലിലേക്ക് ആക്രമണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു വിവരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്? അവിടെ ഇസ്രായേലിലേക്ക് ബോംബ് വന്ന് പതിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഇറാൻ ആക്രമിക്കപ്പെടുന്നുണ്ട്, അത് പ്രത്യാക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടന്നിരിക്കുന്നു. മറ്റ് ഏറ്റവും ഒടുവിലത്തെ ചില ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് വിനോദ്? മനു, 267 മിസൈലുകൾ ഇന്ന് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രയോഗിച്ചത് അങ്ങനെയാണ്. 267 മിസൈലുകളാണ്. ഇതിൽ ഒരെണ്ണം ഇസ്രായേലിൽ വീണു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെൻട്രൽ ഇസ്രായേലിൽ അതങ്ങനെ ഒരു മിസൈൽ വീണു. അവരുടെ അയൺ ഡോമുകൾക്കും മറ്റുള്ള എല്ലാ മിസൈലുകളെയും നിർവീര്യമാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഒരു മിസൈൽ ഇസ്രായേലിൽ പതിച്ചുവെന്ന് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. മറ്റൊന്ന്, മനു പറഞ്ഞതുപോലെ തന്നെ ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ആശങ്ക, അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുമായുള്ള കരാറുകൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കയുടെ തീരുവ യുദ്ധം നേരത്തെ ഉണ്ടായതാണ്. ആ കാര്യം നമുക്കറിയാവുന്നതാണ്. 50% വരെ തീരുവയൊക്കെ ഇന്ത്യക്ക് ചുമത്തുകയും പിന്നീട് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന നിർദ്ദേശം അമേരിക്കയിൽ നിന്നുണ്ടാവുകയും ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് ഈ തീരുവ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വീണ്ടും തുടരാനാകുമോ എന്ന സാധ്യത ഇന്ത്യ പരിശോധിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഇത്തരമൊരു സാഹചര്യം ഉടലെടുക്കുമ്പോൾ ഇന്ത്യക്ക് റഷ്യയുമായി സഹകരിക്കാൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ കഴിയുന്ന ഒരു നിലയുണ്ടാകും. ചൈനയും റഷ്യയും ഒക്കെ തന്നെ ഈ യുദ്ധത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഇറാനിൽ നടക്കുന്ന നഥാൻ ആണവ കേന്ദ്രമുണ്ട്. അവിടെ നടക്കുന്ന പരീക്ഷണങ്ങൾ അവരുടെ ഊർജ്ജത്തിന് വേണ്ടിയാണ്, അവരുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇറാൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അല്ലാതെ അണുവായുധം അവർ ഡെവലപ്പ് ചെയ്യുന്നു എന്നതിന് ഇതുവരെ ഒരു തെളിവും ഉണ്ടായിട്ടില്ല എന്ന് റഷ്യ അവർക്ക് പിന്തുണ അറിയിച്ച് പറയുന്നു. മാത്രമല്ല, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ യോഗം അത് പാരീസിൽ നടക്കുന്നുണ്ട്. അതാണ് ഒരു സുപ്രധാനമായ ഒരു കാര്യം വിനോദ് സൂചിപ്പിക്കുന്നത്. ഈ സജിമോൻ ആന്റണി ഒരു പക്ഷേ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും വറീഡായിട്ടുള്ള ഒരു പ്രധാന കാര്യം അതാണ്. ഈ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അത് ഒന്നിനു പുറകെ ഒന്നായി നതാൻസിൽ ആദ്യമുണ്ടായി. അവിടെ ആണവ ഊർജ്ജ കേന്ദ്രത്തിൽ ലീക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി യോഗം ചേരുന്നു, വീണ്ടും അത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നു. പക്ഷേ അവരൊരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ആറ്റമിക് കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ഒരു റേഡിയേഷൻ ഉണ്ടാവുകയും അതിൻ്റെ റേഡിയേഷൻ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ വലിയ നഗരങ്ങൾ കൂട്ടത്തോടെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത് അൺഇമാജിനബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന കാറ്റസ്ട്രോഫി, അതുണ്ടാക്കുന്ന ആളപായം, അത് ഏത് തരത്തിൽ എത്ര തലമുറയെ ബാധിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ പടർത്തുന്ന ഒരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു റെസ്ട്രെയിൻ വേണമെന്ന് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ കൂടി ജാഗ്രതയോടുകൂടിയുള്ള ഒരു അറ്റാക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ ഡോക്ടർ സജിമോൻ ആന്റണി? തീർച്ചയായിട്ടും ജാഗ്രത ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ആദ്യമായിട്ട് ഇറാനെ എന്തുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തെ തെറിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സുപ്രീം ലീഡേഴ്സിനെ ഉന്മൂലനം ചെയ്യുന്നതോടൊപ്പം ഈക്വലി അല്ലെങ്കിൽ മോർ ദാൻ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്ക് ഇറാന് അപ്രാപ്തമാകരുത്, അതിനെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഇറാന് കൊടുക്കരുത് എന്നുള്ള ആശയമാണ് മുൻനിരയിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രാറ്റജികളിലും എല്ലാ യുദ്ധ
ക്രമീകരണങ്ങളും ആ ഒരു ഉന്മൂലനം ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റിക്കാണ് വഴി തുറക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂണിൽ നമുക്കറിയാം ഏകദേശം 12ഓളം ബോംബുകൾ അവിടെ ഇട്ട് ആ ഒരു സമയത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് ടോട്ടൽ ഒബ്ലിറ്ററേഷൻ ഉണ്ടായി എന്നാണ്. എല്ലാ ആണവ മിസൈലുകളും അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളും ആ സമയത്ത് പോയി എന്നാണ്. എന്നാൽ ഇപ്പോൾ ഒരു യുദ്ധം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 4ാം ദിവസം കയറുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിശകലനം ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്ന് അത് മുഴുവൻ ഡിസ്ട്രോയ് ആയിരുന്നുവെങ്കിൽ ഇന്നതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഏതായാലും അവർക്ക് അതിന്റെ കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഏറെക്കുറെ അടുത്ത് എത്തി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടിയുകൊണ്ടായിരിക്കാം ഇവിടെ നിന്നുള്ളൊരു ആക്രമണം അങ്ങോട്ട് മുന്നേ തുടങ്ങിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ട്രംപ് പലപ്പോഴും പറഞ്ഞു, അല്ലെ പല ട്വീറ്റിലും പറഞ്ഞു, ഐ ഗോട്ട് ഹിം ബിഫോർ ഹി ഗോട്ട് മീ, എന്നെ അവർ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ പറയുന്നത്. റൈറ്റ്. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് ചിന്താജനകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ യെസ് ആണ്. പക്ഷെങ്കിൽ അതിനൊരു കൺട്രോൾ ഉണ്ടായിരിക്കും, അല്ലെ ആ ഒരു രീതിയിലായിരിക്കും ആക്രമണം നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പറഞ്ഞതിനോട് സമാനമായിട്ട് ഉള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പറയുന്നത് കൺഫേംസ് ഡാമേജ് ടു ഇറാൻസ് ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാൻ, നോ റേഡിയോളജിക്കൽ ഇമ്പാക്റ്റ് എന്നാണ്. സ്വാഭാവികമായി അത് വലിയൊരു ആശ്വാസം നൽകുകയാണ്, റേഡിയോളജിക്കൽ ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളത്. പക്ഷേ നറ്റാൻസിലെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു, അങ്ങനെ ഒരു കൺഫർമേഷൻ വരുന്നു. അപ്പോൾ അവർക്കിത് ലഭിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് വെച്ച് നോക്കുമ്പോഴാണ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇങ്ങനെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, നത്താൻസിലെ ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റിലേക്ക് അറ്റാക്ക് നടന്നത് സ്ഥിരീകരിക്കുന്നത്. നോ റേഡിയോളജിക്കൽ കോൺസിക്വൻസസ്, ആണവ പ്രസരണം അവിടെ നടക്കുന്നില്ല എന്നത് വലിയ, നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആശങ്കയ്ക്ക് ഇത് നൽകുകയാണ്. പക്ഷേ കൂടുതൽ കേന്ദ്രങ്ങളുണ്ട്, സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാം. ഇവിടെ മറ്റൊരു വലിയൊരു ചോദ്യം ശ്രീ സജിമോൻ ആൻ്റണി ഇവിടെ ഉന്നയിക്കുന്നത്, ഒരു ഭരണമാറ്റമാണ് ട്രംപ് തുടരെ പറയുന്നത്. അവിടെ ഇറാനിൽ അവിടുത്തെ ജനങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം, അവിടെ ജനങ്ങൾ ഈ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ അവിടെ നിലവിലെ ആ ഭരണ സംവിധാനം മാറ്റി ഒരു പുതിയ ഭരണ സംവിധാനം വരാൻ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം. ആ സൂചന ട്രംപ് ധരിക്കുന്നത് എന്താണ്? ഈ ഭരണകൂടത്തിന് മുഴുവൻ എതിരായ ജനങ്ങൾ ഈ ഘട്ടത്തിൽ രംഗത്തിറങ്ങി അവിടെ ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ഇവിടെ സജിമോൻ ആൻ്റണി, ഇത് ഒരു ഇവിടെ നമ്മൾ മറ്റ് പലയിടങ്ങളിലുള്ളതുപോലെ ഒരു സ്വേച്ഛാധിപതിയുടെ മാത്രം ഭരണമല്ല. ഇപ്പോൾ ഈ അമേരിക്കൻ വെർഷൻ തന്നെ ഉപയോഗിച്ചാലും അതൊരു സ്വേച്ഛാധിപതിയുടെ ഭരണമല്ല, ഒരു സ്വേച്ഛാധിപതിയായ ഒരു ഭരണ സംവിധാനമാണ്, വ്യക്തിയല്ല, ഒരു ഭരണ സംവിധാനമാണ് അവിടെ സ്വേച്ഛാധിപത്യത്തോടെ പേരും. ഒരു ട്രെയിനി റെജീം എന്ന രീതിയിലാണ് അവർ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭരണാധികാരി പോയാൽ അടുത്ത ഭരണാധികാരി വരും, അല്ലാതെ അവിടെ ഒരു ഭരണമാറ്റം അട്ടിമറിയിലൂടെ നടക്കും എന്ന ഒരു തോന്നൽ അത് യൂറോപ്പിനുണ്ടോ അമേരിക്കയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ലോകക്രമത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് ഉള്ളത്. ഒന്ന് ഒരു സ്വേച്ഛാധിപതിയുടെയാണ്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു, സിറിയയിൽ കണ്ടു, ഇപ്പോഴും സൗദിയിലല്ല മറ്റു പലയിടത്തും രാജാക്കന്മാരുടെ ഭരണമുണ്ട്, അത് ഒരു ലെയറിൽ. രണ്ടാമതുള്ളത് മൾട്ടിപ്പിൾ ലെയർ ഉള്ള സ്വേച്ഛാധിപതി, അത് ആ ഒരു കാറ്റഗറിയിലാണ് ഇറാൻ പെടുന്നത്. അപ്പോൾ ഒരു സ്വേച്ഛാധിപതി, ഒരു സുപ്രീം ലീഡർ പോയാൽ അതിന് പകരം 2, 3 അടുത്ത ലെയർ കയറി വരുന്ന, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെയർഡ് ആയിട്ടുള്ള സംവിധാനമാണ് അവിടെ ഇറാനിൽ ഉള്ളത്. അത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. മൂന്നാമത് ഒബ്വിയസ്ലി ഇന്ത്യയും അമേരിക്കയും പ്രതിദാനിച്ച ഡെമോക്രസിയാണ്. അപ്പം വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഡെമോക്രാറ്റിക് ലീഡേഴ്സിന് ഓരോ ആക്ഷൻസ് എടുക്കുക കഴിയുമ്പോഴത്തേക്കും അതിന് ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്, പ്രതിപക്ഷമുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ സുപ്രീം കോടതി ഉണ്ട് എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഓഫ് പവർ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. എന്നാൽ ആദ്യം പറഞ്ഞ സ്വേച്ഛാധിപതിയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെയർ ഉള്ള സ്വേച്ഛാധിപതിയുമായിട്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല. അവർക്ക് ഡു ഓർ ഡൈ ഉള്ളൂ. ഒന്നെങ്കിൽ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ മരിക്കുക, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. അവരെ ഭരണത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്ത് പോയി ഇരിക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് പോയി ബഹളം വെക്കുന്ന, അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന അങ്ങനെ ഒരു സിനറി അവർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഡെമോക്രാറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രികൾ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പം അവർ കുറച്ചൊക്കെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കരുതലോടുകൂടി നീങ്ങുകയുള്ളൂ എന്ന് നമുക്കറിയാൻ പറ്റും. ഏതായാലും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് പൂർണ്ണമായ ബോധ്യമുണ്ട്, ഇറാൻ എന്ന് പറയുന്നത് വെനീസ്വല അല്ല, ഇറാൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഇറാഖ് അല്ല, അല്ല ലിബിയ അല്ല എന്ന് അറിയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ്, ഈ ഒരു ആക്രമണം, ഈ ഒരു വാർ ഒരു ദിവസം കൊണ്ട് പോകും അല്ല തീരുമെന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ലീഡേഴ്സ് ആരും ക്ലെയിം ചെയ്യുന്നില്ല. അവരൊക്കെ കോഷ്യസ്ലി പറയുന്നത്, ആദ്യം പറഞ്ഞു we are not going to achieve in one day എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ 4 to 5 weeks പറഞ്ഞു. ഇന്ന് ഏതാനും നിമിഷങ്ങൾ അല്ലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് വാർ പീറ്റ് ഹെക്സ് എന്ന് പറയുന്നതും
വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നതും സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നതും ട്രംപ് പറയുന്നതും നേരിയ വ്യത്യാസമുണ്ട്. അതെനിക്ക് തോന്നുന്നത് അത് ഓഡിയൻസ് ടാർഗറ്റ് ചെയ്യുന്ന അമേരിക്കൻ പീപ്പിളിനെയാണ്, അമേരിക്കൻ പോപ്പുലേഷനെയാണ്. കാരണം അമേരിക്കൻ ജനത ഒരിക്കലും ബൂട്ട് ഓൺ ഗ്രൗണ്ട്സ് ആഗ്രഹിക്കുന്നില്ല. അമേരിക്കൻ ജനത ഒരിക്കലും അമേരിക്കൻ സൈനികർ വെളിയിൽ പോയി കൊല്ലപ്പെട്ടിട്ട് അവരുടെ ഡെഡ് ബോഡി ഇവിടെ വരാനാണ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു ക്രൗഡിനെ അപ്പീസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻഡ് ഒബ്ജക്റ്റീവ് ഈ പറഞ്ഞ ലീഡർഷിപ്പ് മാത്രമല്ല, റെജീം ചേഞ്ച് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. എൻഡ് ഒബ്ജക്റ്റീവ് റെജീം ചേഞ്ച് മാത്രമല്ല, അതോടൊപ്പം അവിടെയുള്ള കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, ബാലിസ്റ്റിക് മിസൈൽസ്, ഇൻക്ലൂഡിംഗ് നേവൽ കേപ്പബിലിറ്റീസ്. കാരണം ഇറാന് വലിയൊരു നേവൽ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം അതും കൂടെ ഡിസ്ട്രോയ് ആയെങ്കിൽ മാത്രമേ എൻഡ് ഒബ്ജക്റ്റീവ് മാടാൻ പറ്റുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇവിടുന്ന് വാർ ഓഫ് മിനിസ്റ്റർ പീറ്റ് ഹെക്സത്തും ട്രംപും റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്, ഇറാന്റെ ജനതയോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ദിസ് മൂവ്മെന്റ് ബിലോങ്സ് ടു യു, ഗ്രാബ് ഇറ്റ്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്, ഗ്രാബ് ഇറ്റ് എന്ന് പറഞ്ഞാലും ഇറാനിലുള്ള ജനതയിൽ ഒരു പരിധി വരെ ഈ ഒരു കറണ്ട് അഡ്മിനിസ്ട്രേഷന് എതിരാണ് എങ്കിൽ പോലും നമുക്കറിയാം 10,000-30,000 ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരു അഡ്മിനിസ്ട്രേഷനെതിരെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട്. എന്നിരുന്നാൽ പോലും ഈക്വലി ഇമ്പോർട്ടന്റ് അല്ലെ മോർ ദാൻ ദാറ്റ് അവിടെ ഈ ഭരണകൂടത്തെ IRGC സപ്പോർട്ട് ചെയ്യുന്ന അയത്തുള്ള ഖൊമേനിയുടെ ആ ഒരു ഭരണ സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്ന കുറേയധികം വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ളതും ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന പോണക്ക് ഗ്രാബ് യുവർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെന്റിനെ ഗ്രാബ് ചെയ്യാനായിട്ട് അവിടെ ലീഡേഴ്സ് എമർജ് ചെയ്ത് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് വേണമെങ്കിൽ ബൂട്ട് ഓൺ ദ ഗ്രൗണ്ട് വേണം. ബൂട്ട് ഓൺ ട്രൂപ്സിന്റെ അമേരിക്കൻ ട്രൂപ്സ് അല്ലെങ്കിൽ ഇസ്രായേൽ ട്രൂപ്പ് ഗ്രൗണ്ടിൽ വേണം. ഗ്രൗണ്ടിൽ ഇല്ലാതെ ഇത്രയും വലിയ രാജ്യമായ ഇറാനെ അത് ആ ഒരു ഒബ്ജക്റ്റീവ് നടക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് മിലിറ്ററി അനലിസ്റ്റുകൾ ഇവിടുന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും വരും നിമിഷങ്ങൾ, വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഈ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതോടൊപ്പം ഇതുകൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, സ്ട്രാറ്റജിയിൽ ഒരു ചേഞ്ച് ഉള്ളതാണ്. അമേരിക്കയും ഇസ്രായേലും ഈ ഒരു തീരുമാനമെടുത്ത് യുദ്ധത്തിലേക്ക് പോയപ്പം ഗൾഫ് രാജ്യങ്ങളോ 12-14 GCC രാജ്യങ്ങളുണ്ടെങ്കിൽ അവരാരും അവരുടെ ബേസ് ഉപയോഗിച്ച് ഒരു ഡയറക്റ്റ് ആക്റ്റീവ് റോളിൽ വന്നില്ലായിരുന്നു നമുക്ക് കാണാം. എന്നാൽ അതിനെ ചേഞ്ച് ആക്കിക്കൊണ്ട് സൗദി, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ, അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഇപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക്, തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ഇറാനെ അവരുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു ആക്റ്റീവ് റോളിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിന് ഒരു കൺട്രോൾ വന്നില്ലെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ ഇത് സങ്കീർണമായി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. എനിക്ക് അവിടുന്ന് മറ്റൊരു പ്രധാന പ്രതികരണം വരുന്നുണ്ട്. ഗൾഫിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാനും അബുദാബി ചേംബർ ഡയറക്ടറുമായ FA യൂസഫ് അലി വിശദീകരിക്കുന്നു. ഇല്ലാത്ത കാര്യമുണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ അവരൊക്കെ പാനിക്കാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്നോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത്, GCC രാജ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഏകനായ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിലേക്കാണ് പ്രാർത്ഥന. പ്രാർത്ഥന നമ്മളുടെ കടമയാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി. പിന്നൊരു കാര്യം, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ബുദ്ധിയും സമ്പത്തുമുള്ള GCCയിലെ ഭരണാധികാരികളാണ്, ഗവൺമെൻറ്റാണ്. അത് അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും അവരത് നിർവഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും രാജാക്കന്മാരും ഷേഖുമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ നാട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരു ബന്ധു ഗൾഫിലില്ലാണ്ടിരിക്കില്ല. അവരൊക്കെ വളരെയധികം വറീഡാണ്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം
മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയും. വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്? ഞാൻ പറഞ്ഞു, യുവർ എക്സലൻസി, ഫ്രം ഈച്ച് ഹൗസ് ദർ വിൽ ബി 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യും. അവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും വറി ചെയ്യണ്ട. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലൂലു അഷ്വർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നിനുണ്ടാവില്ല. ഈ പരിശുദ്ധ റമദാനാണ്, മീറ്റിനൊരു ഷോർട്ടേജ് ഇല്ല, വെജിറ്റബിൾസിന് ഷോർട്ടേജ് ഇല്ല, മറ്റൊരു ഫുഡ് സ്റ്റെപ്പുകൾക്കും ഒരു ഷോർട്ടേജ് ഈ GCCയിലില്ല. അപ്പം എല്ലാ ബിസിനസ്സുകാരുടെയും ഇതേ രീതിയാണ് അവർ നമ്മളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്തതിനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. അതാണ് ഇപ്പോൾ അവരതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞാൻ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ സന്തോഷകരമായി ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ അന്നം കച്ചവടം ചെയ്താലും ജോലി ചെയ്താലും ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെൻറ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നമ്മളൊരു ബുദ്ധിമുട്ടിൻ്റെ നിഴലിലാണ്. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഭരണാധികാരികൾ, ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ, കാരുണ്യവാന്മാരായ ഭരണാധികാരികൾ, ഈ രാജ്യത്തുള്ളവരെയും പുറത്തുനിന്ന് വന്നവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഭരണാധികാരികളാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ദൈവം അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമുക്ക് അന്നം നാട്ടിലേക്ക് കിട്ടുന്ന കാശ് അയച്ച് നിങ്ങൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള സൗകര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും റമദാൻ ആശംസകൾ. വലിയൊരു സന്ദേശമാണ് ശ്രീ യൂസഫ് അലിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ കൃത്യവുമാണ്. വാർത്തകളിൽ ആ ഒരു അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആളുകളെ ആശങ്കപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ ആകുലരാക്കുന്നതോ ആയ വാർത്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും പ്രശ്ന പരിഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ നീളും എന്നൊക്കെയുള്ള വിശ്വാസം ആണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വിനോദ് കൂടി എന്നോടൊപ്പം ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന നീക്കത്തിനോ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അമേരിക്ക. വിനോദ്, ഈ കാര്യം ഉറപ്പായി കഴിഞ്ഞു. അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്ന ചൈനയുടെ ആഹ്വാനം അങ്ങനെ ചെവിക്കൊണ്ടതായ ഒരു സൂചന ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല, ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവിടുത്തെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയായ അലി ഷംഖാനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. പരമോന്നത നേതാവ് നമുക്കറിയാം, ആയത്തുള്ള അലി ഖംനയി കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ആംഡ് ഫോഴ്സസിൻ്റെ തലവൻ അബ്ദുൾ റഹ്മാൻ മുസാവി കൊല്ലപ്പെട്ടു. കമാൻഡർ ഓഫ് IRGC മുഹമ്മദ് പക്പൂർ കൊല്ലപ്പെട്ടു. ആസിസ് നാസിർ സദേഹ് ഡിഫൻസ് മിനിസ്റ്ററാണ്, കൊല്ലപ്പെട്ടു. നിലവിലെ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർ സയ്യിദ് മജീദ് അൽ റേസ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വാർത്തകൾ പലതും പ്രചരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ആശങ്കാജനകമാണ്. ഹുസൈൻ ജബാൽ, ഈ ഡിഫൻസ് റിസർച്ചിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ റിസർച്ചിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു. റേസ മുഹമ്മദ് മൊസാഫാരി നിയ അവിടുത്തെ ഈ ഗവേഷണ സംഘത്തിൻ്റെ മുൻ തലവനാണ്, കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു നീണ്ട നിര ആളുകൾ ഇനിയുമുണ്ട്. സലാഹ് ഹസാദി കൊല്ലപ്പെട്ടു, ഇൻ്റലിജൻസിൻ്റെ തലവൻ. അതുപോലെ ഹെഡ് ഓഫ് മിലിറ്ററി ഓഫീസ് മുഹമ്മദ്
ഷിറാസി കൊല്ലപ്പെട്ടു. ഇങ്ങനെ അവിടുത്തെ എല്ലാ വൻമരങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സെയ്ദ് യാഹ്യ ഹംദി, ഡെപ്യൂട്ടി ഇൻ്റലിജൻസ് ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ഇസ്ലാമിക് അഫയേഴ്സ്, അതുപോലെ ജലാൽപൂർ ഹുസൈൻ, ഈ തുടർച്ചയായ തന്ത്രപ്രധാനമായ സ്ഥലത്തിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വീഴുമ്പോൾ ഇറാന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും അധികനാൾ എന്ന് കരുതേണ്ടതുണ്ടോ വിനോദ്? കൃത്യമാണ്, മനുവിൻ്റെ നിരീക്ഷണം കൃത്യമാണ്. കാരണം ഈ ഒന്നിനു പിറകെ ഒന്നായി നേതാക്കൾ കൊല്ലപ്പെടുന്നു എന്നത് മാത്രമല്ല, താൽക്കാലിക ഭരണാധികാരി വന്നു, അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് ഇറാൻ ഇതുവരെ ഒരു ഭരണാധികാരി, ഖമേനിക്ക് ശേഷമുള്ള ഒരു ഭരണാധികാരി ആര് എന്നതിൽ പോലും ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇറാന് ചില സഹായങ്ങൾ, ചൈനയുടെ റഷ്യയുടെയൊക്കെ ചില പരോക്ഷ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന് ഉള്ള സഹായങ്ങൾ. ഇപ്പോൾ പാകിസ്ഥാൻ, വലിയ പ്രതിഷേധം പാകിസ്ഥാനിലുണ്ടായിരുന്നു, അമേരിക്കൻ എംബസിക്ക് നേരെയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ലെബനൻ പ്രത്യക്ഷമായി തന്നെ യുദ്ധത്തിൽ ഇസ്രായേലുമായി ഏർപ്പെടുന്നു. അങ്ങനെ ചില സഹായങ്ങൾ ലഭിക്കുന്നത് ഒഴിച്ചാൽ ഇറാന് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇറാന് തിരിച്ചടിക്കേണ്ടി വരുന്നത് ഇസ്രായേലിനോടും അമേരിക്കയോടുമാണ്. അതിനപ്പുറത്തേക്ക് UK ആ പക്ഷത്ത് ചേരുന്നു. അതിനുമപ്പുറത്തേക്ക് GCCയിലെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അവരുടെ സൈനിക താവളങ്ങൾ തുറക്കാൻ ഇടം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇറാൻ ഈ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നു. ഒരുപക്ഷെ അതൊരു രൂക്ഷമായ ആക്രമണത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും പല സൈനിക താവളങ്ങളിലേക്കും അവർ ആക്രമണം നടത്തുന്നുണ്ട്. സിവിലിയൻസ് താമസിക്കുന്ന ഇടങ്ങളിലേക്കൊന്നും ആ ആക്രമണം നീണ്ടിട്ടില്ല. പക്ഷേ വരും നാളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. സാധാരണ മനുഷ്യരുടെ ജീവനും സ്വത്തിനുമൊക്കെ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പലരും പല വീഡിയോസും അയക്കുമ്പോൾ അവരുടെയൊക്കെ താമസ സ്ഥലത്തിന് മുകളിലൂടെ ഇങ്ങനെ മിസൈലുകളും മറ്റുമൊക്കെ പോകുന്ന അയൺ ഡോമുകൾ വന്ന് അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളുണ്ട്. പക്ഷേ ഈ ചിത്രങ്ങൾ പകർത്തുന്ന രാജ്യത്തു നിന്നുള്ള ആക്രമണമോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആയുധ പ്രയോഗമോ അല്ല, മറ്റ് രാജ്യങ്ങൾ നടത്തുന്നത് ഈ രാജ്യങ്ങൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന സംഭവമുണ്ട്. പലപ്പോഴും മിസൈലിൻ്റെയും മറ്റുമൊക്കെ അവശിഷ്ടങ്ങൾ പല രാജ്യങ്ങളിലും പതിക്കുന്ന സംഭവമുണ്ട്. അതൊക്കെയാണ് കൂടുതൽ ആളുകളെ അവിടെ ആശങ്കാഭരിതരാക്കുന്നത്. കാരണം അത് അന്തരീക്ഷത്തിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്താലും പിന്നീട് അതിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, ഞാൻ വിനോദിലേക്ക് മടങ്ങി വരാം. സജിമോൻ ആൻ്റണി, മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ഉള്ളത് ഈ ചൈന എന്ത് നിലപാടെടുക്കുമെന്നാണ്. ചൈന ഇപ്പോൾ ഖംനയുടെ കൊലപാതകത്തെ അപലപിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്ന നില തുടരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ചൈന നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന GPS സംവിധാനത്തിന് പകരം അവർ ഉപയോഗിക്കുന്നത് ചൈനയുടെ ബെയ്ദു സംവിധാനമാണ്. അതുപോലെ അവരുടെ എൻക്രിപ്റ്റഡ് ഹൈ പ്രിസിഷൻ മിലിറ്ററി സിഗ്നൽസ് ഒക്കെ ചൈനീസ് ബന്ധമുള്ളതാണ്. റിയൽ ടൈം ഇൻ്റലിജൻസ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു 500 സാറ്റലൈറ്റുകൾ ചൈന നൽകിയിട്ടുള്ള, ഇറാന് നൽകിയിട്ടുള്ള കോൺസ്റ്റൻറ്റ് സിഗ്നൽസാണ്. സിഗ്നൽ ഇൻ്റലിജൻസും ടെറൈൻ മാപ്പിങ്ങിനും വേണ്ടി നൽകിയിട്ടുള്ളത് 500+ സാറ്റലൈറ്റുകളുടെ സേവനമാണ്. അതോടൊപ്പം ഈ CM-302 സൂപ്പർസോണിക് മിസൈലുകൾ, അത് ചൈനയുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ ആഗ്രഹിക്കുന്നു. സൂപ്പർസോണിക് സ്പീഡാണ്, 290 km/h റേഞ്ചുള്ളതൊക്കെ. ഇതൊക്കെ യുദ്ധത്തിൻ്റെ എല്ലാ മറ്റ് ഒരു ആളായില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥവും അതിൻ്റെ സാങ്കേതിക സംവിധാനവും നൽകുന്നത് ഒരുപക്ഷെ ചൈനയായിരിക്കാം. ആൻറ്റി സെൽത്ത് റഡാറുകൾ ചൈന സപ്ലൈ ചെയ്തിരിക്കുന്നു. അഡ്വാൻസ്ഡ് UHF ബ്രാൻഡ് റഡാറുകൾ നൽകുന്നു, YLC-8B തുടങ്ങിയ റഡാറുകൾ. അത് ലോ ഫ്രീക്വൻസി വേവ് ഉപയോഗിക്കുന്നു. റഡാർ ഒരു പ്രത്യേക എന്താ പറയുക, US സീൽഡ് ബോംബേഴ്സിനും ഫ്ലൈറ്റേഴ്സിനും ഒക്കെ കോട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക റഡാറാണ്. അങ്ങനെ എല്ലാ തരത്തിലും സാങ്കേതികമായി ചൈനയുടെ പിന്തുണയുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ചൈനീസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും എന്ന ആശങ്കയ്ക്ക് എന്തെങ്കിലും സ്കോപ്പുണ്ടോ? അല്ല അങ്ങനെ ചൈന ഇത് ആക്രമണം കണ്ണടച്ചിരിക്കും എന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഷ്വറൻസ് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാനാകുമോ ഈ യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ?
മനു, അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ യൂസഫ് അലി സാഹിബ് പറഞ്ഞ ഒരു കാര്യത്തിനെ ഒന്ന് റീഇറ്ററേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടക്കം മുതലേ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇതാ ലോകം അവസാനിക്കുന്നു, ബോംബ് വീഴുന്നു, മിസൈൽ വീഴുന്നു എന്ന് പറഞ്ഞ് ഫാൾസ് നറേറ്റീവ് കൊടുക്കുന്ന പല മീഡിയകളും ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ആ പാർട്ടിസിപ്പേറ്റ് ആവരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തേത്, യൂസഫ് അലി സാഹിബ് പറഞ്ഞ പോണെങ്കിൽ തന്നെ 100 മിസൈൽ വരുവാണെങ്കിൽ അതിനകത്ത് 96 97 ചെറുത്ത് നിർക്കാൻ, നിർവീര്യമാക്കാനുള്ള കപ്പാസിറ്റി ആ ഗൾഫ് കൺട്രീസിനുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ സംവിധാനത്തിന് അവിടെ ഉണ്ട്. 1 2 ആയിരിക്കും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും വീഴുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നുകൂടി റീഇറ്ററേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ചൈനയുടെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇമ്മെറ്റീരിയൽ ആണ് ഒരു പരിധി വരെ എന്നാണ് ടെക്നോളജി പ്രൂവ് ചെയ്യുന്നത്. കാരണം അത് ഇതിനു മുമ്പ് ചൈനയ്ക്ക് മുമ്പ് റഷ്യയായിരുന്നു സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വെനീസുലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, റഷ്യയുടെ നിർമ്മിതമായ S-300 വളരെ കേപ്പബിലിറ്റി ഉള്ളതാണ്, ടെക്നോളജിക്കൽ സൂപ്പർ ഇതാണ്, മിറക്കിളാണ് എന്നൊക്കെ പറഞ്ഞാലും ടെക്നിക്കലി സ്പീക്കിംഗ് അതിനെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് 1.5-2 മണിക്കൂർ കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ ഒരു മിലിറ്ററി ക്യാമ്പയിന് അമേരിക്ക സക്സസ്ഫുള്ളി ചെയ്തു കഴിഞ്ഞു. വെനീസുല കഴിഞ്ഞ മാസം നമ്മളത് കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലെ തന്നെ കൊട്ടിഘോഷിക്കപ്പെട്ട വേറെ ചൈനീസ് മെയ്ഡ് സാധനങ്ങളാണ് C-302 കാര്യങ്ങളും ഒക്കെ. അപ്പം റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ടുമായിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ സൂപ്പർ ഡ്യൂപ്പർ പ്രതിരോധ സംവിധാനങ്ങൾ, ഡിഫൻസ് സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒറ്റ രാത്രി കൊണ്ട് 50-ലധികം ഇറാനിയൻ ലീഡേഴ്സിനെയും ആ ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റ് നിഷ്പ്രഭമാക്കിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും അവരുടെ ടെക്നോളജിക്കൽ നോഹൗ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ യുദ്ധസാമഗ്രിയുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിന്, അതായത് ചൈന ഇൻവോൾവ് ആയാലും ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു അമേരിക്കൻ ഇസ്രായേൽ സ്ട്രൈക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് ഞാൻ പറയുമ്പം ഞാൻ ഒരു കാരണവശാലും യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുകയല്ല. തുടങ്ങിയ സെന്റൻസ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം ഒരിക്കലും ഒരിടത്തും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ലോകത്തിലെ ഹിസ്റ്ററിയിൽ നമ്മൾ എന്തുമാത്രം വായിച്ചു പോയാലും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ അതത് സമയങ്ങളിൽ ഓരോ ലീഡേഴ്സിനും ഓരോ ഫീലിംഗ് വരും, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. അവർ വിചാരിക്കും ദിസ് ഈസ് ദ വേ ടു ഗോ അഹെഡ് എന്ന് പറയും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യും, അല്ല അത് ഏത് ഭരണാധികാരി ആണെങ്കിലും. ഏതായാലും യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ഐ സ്പോക്ക് വിത്ത് ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹത്തിം ബിൻ താരിഖ് ആൻഡ് എക്സ്ചേഞ്ച് വ്യൂസ് ഓൺ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ വെസ്റ്റ് ഏഷ്യ. അപ്പോൾ സൾത്തനേറ്റ് ഓഫ് ഒമാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ ഈ ഒമാൻ്റെ സ്വയംഭരണാധികാരത്തിന് പുറത്തുള്ളൊരു കടന്നുകയറ്റം നടന്നു എന്ന തരത്തിൽ പ്രധാനമന്ത്രി പറയുന്നു. അത് ഒമാന് മേലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്കിനെ താൻ അനുകൂലിക്കുന്നില്ല, അത് അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പ്രധാനമന്ത്രി വ്യക്തമാക്കുന്ന ഒരു കാര്യം, വി കണ്ടം ദ വയലേഷൻ ഓഫ് ദി സോവറിനിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി സൾത്തനേറ്റ് ഓഫ് ഒമാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒമാനിലെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ അങ്ങേയറ്റത്തെ ഭാഷയിൽ അപലപിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ വി അഗ്രി ദാറ്റ് continued diplomatic dialogue is essential to restore റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി എന്ന തരത്തിൽ സമാധാനത്തിന് വേണ്ടി ഒരു നയതന്ത്ര സംവാദം തന്നെയാണ് ഏറ്റവും ഉചിതമായ വഴിയെന്ന് പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുന്നു. ഒപ്പം തന്നെ ഇതിനെ ഇത്തരത്തിലുള്ള ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പ്രധാനമന്ത്രി എടുക്കുന്നു. മാത്രമല്ല, വി എക്സ്പ്രസ് അവർ ഡീപ്പ് അപ്രിസിയേഷൻ ഫോർ ദി ഓൺഗോയിങ് സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദി സൾത്തനേറ്റ് ഓഫ് ഒമാൻ ടു ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ്. അവിടുത്തെ ഇന്ത്യക്കാർക്ക് നൽകുന്ന സേവനത്തെ ഒക്കെ പ്രധാനമന്ത്രി പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ട്വീറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ മൗനം പാലിക്കുന്നു എന്ന ആരോപണം ഒക്കെ ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഇന്ത്യ ആവശ്യമുള്ള ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നു. ഡോക്ടർ എസ് ജയശങ്കർ ഗൾഫ് സിറ്റുവേഷൻ സൈപ്രസുമായി ചർച്ച ചെയ്യുന്നു. അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ, സൈപ്രസിലെ ഫോറിൻ മിനിസ്റ്ററുമായും ചർച്ച ചെയ്തിരിക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് താൻ ചർച്ച ചെയ്തു എന്ന് ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നു. IDF ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നു, ലാർജ് സ്കെയിൽ അറ്റാക്കുകൾ ടെഹ്റാനിലേക്ക് നടത്തുന്നു. അത് ഇസ്രായേൽ ആർമി തന്നെ വ്യക്തമാക്കുന്നു. വി ബിഗൻ ലാർജ് സ്കെയിൽ സ്ട്രൈക്സ് ഇൻ ടെഹ്റാൻ എന്ന വിവരങ്ങൾ അവിടെ നിന്ന് നൽകുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് എന്നോടൊപ്പം വി വിനോദ് കൂടി ചേരും. വിനോദ്, ഇവിടെ വരുന്നൊരു പ്രധാന ചോദ്യം ഇതാണ്. ഈ അറ്റാക്ക് കൂടുതൽ രൂക്ഷമായി വരികയാണ്.
ഈ മിഡിൽ ഈസ്റ്റിലെ GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തെ സംബന്ധിച്ച് ഒക്കെ അപലപിക്കുന്നു പ്രധാനമന്ത്രി. ഒമാൻ്റെ പരമാധികാരത്തിന് മുകളിലേക്കുള്ള കടന്നുകയറ്റത്തെ അപലപിക്കുന്നു. ഇപ്പോൾ അതിനോടൊപ്പം തുടർന്ന് ചില വിവരങ്ങൾ കൂടി വരുന്നു. ജോർദാൻ അവിടുത്തെ എയർ സ്പേസ് തുറക്കുന്നു എന്ന് വിവരങ്ങൾ വരുന്നു. ഇസ്രായേൽ മിലിറ്ററി ഇപ്പോൾ പറയുന്നത് അവിടെ സെൻട്രൽ ഇസ്രായേലിൽ ഒരു ആക്രമണം നടന്നു. അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയിൽ ടെഹ്റാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശക്തമായ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് അവർ വ്യക്തമാക്കുന്നു. ഹെസ്ബുള്ള പറയുന്നു അത് ഹെസ്ബുള്ള ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പർ ഗലീലി ഏരിയ എന്നാണ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത്. ബെയ്റൂട്ടിലെ സദേൺ സബർബുകളിലേക്ക് നടത്തിയ ആക്രമണത്തിന് ഒരു പ്രതികാരം എന്ന നിലയിലാണ് തിരിച്ചടി എന്ന് ഹെസ്ബുള്ള വ്യക്തമാക്കുന്നു. ഇസ്രായേൽ മിലിറ്ററി പറയുന്നത് ബഫർ സോൺ ഇൻസൈഡ് ലെബനനിൽ അവിടെ ആക്രമണം നടക്കുന്നു എന്ന് പറയുന്നു. ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് അവിടേക്ക് ട്രൂപ്പുകളെ അഡ്വാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 16 അഡീഷണൽ കേന്ദ്രങ്ങളിലേക്ക് അതിർത്തിയിൽ ട്രൂപ്പുകൾ അഡ്വാൻസ് ചെയ്യുന്ന വിവരങ്ങൾ, ജോർദാനിലേക്ക് ലെബനനിലേക്ക് അഡ്വാൻസ് ചെയ്യുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. US എംബസി റിയാദ് അവിടെ സൗദി അറേബ്യയിൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നതിൻ്റെ ഒരു വാണിംഗ് നൽകുന്നു. 68 ആളുകൾ UAE-യിൽ ഇറാനിയൻ അറ്റാക്കിൽ പരിക്കേറ്റതായുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. വി വിനോദ്, ഏറ്റവും ഒടുവിലൊക്കെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? ഇപ്പോൾ പരസ്പര ആക്രമണം തന്നെ തുടരുന്നു എന്ന് തന്നെയാണോ? മനു, ഇറാൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന വന്നിരിക്കുന്നു. ചെകുത്താനുമായുള്ള യുദ്ധമാണ് നടക്കുന്നത്, പിന്നോട്ടില്ല എന്ന് ഇറാൻ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് അമേരിക്കയുടെ പ്രതികരണം, ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ സോഷ്യൽ മീഡിയയിലെ പരാമർശം വന്നതിന് പിന്നാലെ ഇറാൻ്റെ പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നു. ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമാണ്, മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അമേരിക്ക അതിന് തയ്യാറല്ല, ഈ സമയം തീരെ വൈകിയിരിക്കുന്നു എന്ന ട്രംപിൻ്റെ ഒരു പരാമർശം. അതിനപ്പുറത്തേക്ക് കര, നാവിക, വ്യോമ വിഭാഗങ്ങൾ, ഇറാൻ്റെ ഈ വിഭാഗങ്ങളെല്ലാം തകർത്തിട്ടുണ്ട്. അധികകാലം ഈ യുദ്ധം നീണ്ടു നിൽക്കില്ല എന്ന് നെതന്യാഹു പറയുന്നു. അതിനർത്ഥം വളരെ പെട്ടെന്ന് ഇറാനെ കീഴ്പ്പെടുത്തുമെന്ന ഒരു ഭീഷണിയുടെ സ്വരം നെതന്യാഹുവിൻ്റെ വാക്കുകളിലുണ്ട്. ആ തരത്തിൽ ഒരു വശത്ത് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതാ ഇറാൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. ചെകുത്താനോടാണ് ഏറ്റുമുട്ടുന്നത്, പിന്നോട്ടില്ല എന്ന കാര്യം പറയുന്നു. അവരുടെ പരമപ്രധാനമായ നേതാക്കളെല്ലാം തന്നെ വധിക്കപ്പെടുമ്പോഴും അവർ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നത്. അവിടെയാണ് ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആ പോരാട്ടത്തെ കൂടി നമ്മൾ കാണേണ്ടത്. നേരത്തെ തന്നെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് സൂചിപ്പിച്ചതുപോലെ വലിയ ആക്രമണം ഇസ്രായേലിലേക്ക് നടന്നു. ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്താണ്, നോർത്തേൺ റീജിയനിലാണ് അത്തരത്തിലുള്ള കടുത്ത പോരാട്ടം നടന്നത്. അവിടെ നിന്നുള്ള എതിർ ആയുധം ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യുദ്ധം ലെബനന് നേർക്കും നടക്കുന്നുണ്ട്. UAE-യിൽ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ സൗദിയിലും കുവൈറ്റിലും ഖത്തറിലും എല്ലാം തന്നെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെ വിനോദ്, തുടരെ ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്തെന്നാൽ അത് ഈ ലോകരാജ്യങ്ങൾ എല്ലാം ഈ ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ ദൗത്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അമേരിക്ക മറുവശത്ത് ആവശ്യപ്പെടുന്നത് അവിടുത്തെ ജനങ്ങൾ ഈ സ്വച്ഛാധിപത്യ സ്വഭാവമുള്ള ആ ഇറാനിയൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സുവർണാവസരം പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നു. അതിനിടയിൽ ചില ആശ്വാസവാക്കുകൾ വിനോദ്, നേരത്തെ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ കമേഴ്ഷ്യൽ പ്ലെയിൻ ബെയ്റൂട്ടിൽ നിന്ന് ഉയർന്നു പോകുന്നതിൻ്റെ ഒരു ദൃശ്യം എനിക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില വിവരങ്ങൾ കൂടി അവിടെ നിന്ന് വരുന്നു. ബെയ്റൂട്ടിലൊക്കെ വിമാനം നിയന്ത്രിതമായെങ്കിലും സർവീസ് നടത്തുന്നു. പക്ഷേ ഈ മറ്റു പലയിടങ്ങളിൽ ഇപ്പോൾ ഈ സൗദിയിലെ, കുവൈറ്റിലെ ഒക്കെ എംബസികൾ അടച്ചുപൂട്ടാൻ അമേരിക്ക വരേണ്ട ഒരു സാഹചര്യം വരുന്നു. ഇങ്ങനെ ഈ സംഘർഷ സാധ്യതകൾ നമ്മൾ വിചാരിക്കുന്നത്ര ഒരു വേഗതയിൽ അയയുന്നില്ല. ഇത് കൂടുതൽ രൂക്ഷമാകുന്നു എന്ന തരത്തിലേക്കാണ് വരുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ പെട്രോളിയം മിനിസ്ട്രി പറയുന്നത് നമ്മളിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലല്ല, നമുക്ക് കംഫർട്ടബിൾ ടേം സ്റ്റോക്സ് ഉണ്ട് എന്ന് പറയുന്നു. ആവശ്യത്തിനുള്ള എണ്ണ സംഭരണം നമ്മുടെ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പക്ഷേ ഇത് വളരെ നിരന്തരമായി ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമ്മൾ വിലയിരുത്തുന്നു. പക്ഷേ ലോക സാഹചര്യം അതല്ല. ബെയ്റൂട്ടിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ പലയിടങ്ങളിലേക്കും ആക്രമണങ്ങൾ നടക്കുന്നു. ഐക്യരാഷ്ട്രസഭ രംഗത്തുനിന്ന്. അപ്പോൾ വിനോദ്, ഇത് ഏറ്റവും ചുരുങ്ങി ഇതിനെ നമുക്കെങ്ങനെ ഉപസംഗ്രഹിക്കാം? ഇത് ഇനി എങ്ങോട്ട് നീളുന്നു എന്നതിലേക്ക്?
മനു, മാജിദ് അൽ റാസ ഇറാന്റെ പുതിയ പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഓരോ നേതാക്കൾ കൊല്ലപ്പെടുമ്പോഴും ഇറാൻ പിന്നോട്ടില്ല, അമേരിക്ക അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ചെകുത്താനുമായുള്ള യുദ്ധമാണ് നടത്തുന്നതെന്ന ഇറാന്റെ പ്രസ്താവന വരുന്നു. മനു സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ: 1 കോടിയോളം ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്, തൊഴിലിനും മറ്റുമായി താമസിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം 8 GCC രാജ്യങ്ങളിലെ തലവന്മാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഈ എണ്ണയുടെ വരവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അത് ഈ സാമ്പത്തികവും അതുപോലെ രാഷ്ട്രീയവുമായ ഒട്ടനവധി പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു. പക്ഷേ ഈ യുദ്ധം ഒരിക്കലും അത് നമുക്കൊരു സമാധാനം കൊണ്ടെത്തിക്കുന്നതിൽ, വികസനം നമുക്ക് നൽകുന്നതിൽ ഒന്നിനും അത് ഫലവത്താകില്ല. യുദ്ധം വിനാശകാരിയാണ്. അത് മനുഷ്യനെ കൊന്നൊടുക്കുന്ന പ്രവണതയ്ക്ക് മാത്രമേ പ്രോത്സാഹനം നൽകൂ. യുദ്ധമില്ലാത്ത ഒരു ലോകമാണ് സ്വപ്നം കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. യുദ്ധമില്ലാത്ത ഒരു പ്രഭാതമാണ് ഓരോ പിഞ്ചുകുഞ്ഞും ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ മുഖങ്ങളിൽ പുഞ്ചിരി വിടരുന്ന പുതിയ പ്രഭാതങ്ങൾക്കാണ് എല്ലാവരും കാതോർക്കുന്നത്. അതിൻ്റെ കാലൊച്ചകൾക്കാണ് ലോകം കാത്തിരിക്കുന്നത്. ഏതായാലും യുദ്ധത്തെ സംബന്ധിച്ച് പ്രത്യേക ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന ആ ആപ്തവാക്യത്തോടെ.